ഇടുക്കിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വസ്തുതാവിരുദ്ധമായ പ്രസ്താവനയുമായി മാത്യു കുഴൽനാടൻ എം.എൽ.എ. എ.കെ.ജി. സെന്ററിന് എ.കെ. ആന്റണി ഭൂമി അനുവദിച്ചത് കൃഷിക്കും വീട് വയ്ക്കാനുമാണെന്നും വകമാറ്റി കെട്ടിടം പണിതതിന് എ.കെ.ജി. സെന്റർ ആദ്യം ക്രമവൽക്കരിക്കണമെന്നും മാത്യു കുഴൽനാടൻ പറഞ്ഞു. സർക്കാർ കൊണ്ടുവന്ന ഭൂപതിവ് ചട്ട ഭേദഗതിക്കെതിരെ ഇടുക്കി പ്രസ് ക്ലബ്ബിൽ മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് മാത്യു കുഴൽനാടന്റെ പ്രസ്താവന. ഇടുക്കി ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കാൻ സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന ഭൂപതിവ് ചട്ട ഭേദഗതിക്കെതിരെ മൂവാറ്റുപുഴ എം.എൽ.എ. ആയ മാത്യു കുഴൽനാടൻ തൊടുപുഴയിൽ പ്രവർത്തിക്കുന്ന ഇടുക്കി പ്രസ് ക്ലബ്ബിൽ വാർത്താ സമ്മേളനം വിളിക്കുന്നു. ആദ്യം മാത്യു കുഴൽനാടന്റെ പ്രസംഗം, പിന്നീട് ഇടുക്കിയിലെ മാധ്യമപ്രവർത്തകർ ഒന്നൊന്നായി ചോദ്യങ്ങൾ ചോദിച്ചതോടെ ആകെ പതറിപ്പോകുന്ന അവസ്ഥ. താൻ കോടതിയിൽ നടത്തിയ കേസു നടത്തിപ്പിലെ പോരായ്മയുമാണ് ഇടുക്കി ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾക്ക് കാരണമെന്ന് സമ്മതിക്കേണ്ടി വന്നു എം.എൽ.എക്ക്. അതേ പറ്റുമായിരുന്നുള്ളൂ. കാരണം അവർ പിൻവലിക്കാൻ തയ്യാറല്ലെന്ന് പറഞ്ഞു. 13 വില്ലേജിൽ ഏർപ്പെടുത്തിയ നിർമ്മാണ നിരോധനം വിഡ്രോ ചെയ്യാൻ തയ്യാറല്ല എന്ന് ഹൈക്കോടതിയിൽ സർക്കാർ വാദിച്ചു. അവരെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കേസിന് പോയത്. അപ്പോൾ പറഞ്ഞു അതും അപ്പം നമ്മൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ 13 പേർക്ക് മാത്രമായിട്ട് ചെയ്യാൻ പറ്റത്തില്ല, നിയമപരമായ തെറ്റാണെന്ന് പറഞ്ഞു. അത് തെറ്റാണോ? അപ്പോൾ കോടതി പറഞ്ഞു അത് ശരിയാണ്, അങ്ങനെ അവരെ മാത്രമായിട്ട് ശിക്ഷിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. മാധ്യമപ്രവർത്തകരുടെ തുരുതുരയുള്ള ചോദ്യങ്ങളിൽ എല്ലാ പിടിയും വിട്ടപ്പോഴാണ് വല്ലാത്തൊരു താരതമ്യം അദ്ദേഹം നടത്തിയത്. 1960 കോൺഗ്രസ് സർക്കാർ കൊണ്ടുവന്ന ഭൂപതിവ് നിയമത്തെയും എ.കെ.ജി. പഠന ഗവേഷണ കേന്ദ്രത്തിന് എ.കെ. ആന്റണി സർക്കാർ ഭൂമി കൊടുത്തതിനെയും ഒരേപോലെ താരതമ്യപ്പെടുത്തി അദ്ദേഹം. എ.കെ.ജി. സെന്ററിന് ഭൂമി കൊടുത്തത് എന്തിനു വേണ്ടിയിട്ടാണ്? കൊടുക്കാവോ? അതാണ് നിങ്ങൾ മനസ്സിലാക്കിയില്ല എന്ന് പറഞ്ഞത്. അതായത് കൃഷി നടത്താൻ, വീട് വെക്കാൻ, ചെറിയ കടമുറി നടത്താൻ കൊടുത്ത സ്ഥലമാണത് എ.കെ.ജി. സെന്റർ. അതാണ് നിങ്ങളൊന്ന് മനസ്സിലാക്കിയത്. അതെ പഠന ഭൂപതിവ് ചട്ട ഭേദഗതിക്കെതിരെ മാത്യു കുഴൽനാടൻ എം.എൽ.എ. നടത്തിയ വാർത്താ സമ്മേളനം 1960 കോൺഗ്രസ് സർക്കാർ കൊണ്ടുവന്ന ഭൂപതിവ് നിയമത്തിന്റെ പോരായ്മയും അദ്ദേഹത്തിന്റെ തന്നെ കേസ് നടത്തിപ്പിന്റെ പോരായ്മയും അവ ഇടുക്കിക്കുണ്ടാക്കിയ ദുരിതവും സംബന്ധിച്ച് ബൂമറാങ്ങാക്കി മാറ്റിയാണ് അവസാനിപ്പിച്ചത്. കൈരളി ന്യൂസ്, ഇടുക്കി.